സജ്ജനങ്ങളെ നമസ്തേ. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി 9-ാം ദിവസത്തെ ലഘു പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡത്തില് ലക്ഷ്മണോപദേശം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതൊരു പക്ഷേ എത്ര പ്രഭാഷണങ്ങൾ നടത്തിയാലും അതിൻ്റെ കാലിക പ്രസക്തി എത്രത്തോളമുണ്ട് എന്ന് ഒരു പരിധി നിർണയിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ഏത് നിമിഷവും നമ്മൾ ഓർത്തിരിക്കേണ്ട ഉപദേശങ്ങളാണ് ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്നത്. ലക്ഷ്മണകുമാരൻ വളരെ ക്രോധത്തിന് വിധേയനായി തീരുമ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? നിന്നെ എനിക്ക് നന്നായി അറിയാം, നീ ആരാണെന്നും എനിക്കറിയാം, നിനക്കെന്നെയും അറിയാം. നിന്നെപ്പോലെ മറ്റൊരാൾക്കും എന്നോട് വാത്സല്യവും സ്നേഹവും ഇല്ല എന്നും എനിക്കറിയാം. നീ വിചാരിച്ചാൽ അസാധ്യമായി ഒരു കർമ്മവുമില്ല എന്നും എനിക്കറിയാം. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നോക്കുക, നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്, ഈ കാണുന്ന രാജ്യവും ദേഹവും ലോകവും ധാന്യവും ധനവും ഒക്കെ സത്യമാണെങ്കിൽ നിന്റെ ഈ ക്രോധത്തിന്, പ്രയാസത്തിന് കാരണമുണ്ട്, അല്ലെങ്കിൽ ആ പ്രയാസം അല്ലെങ്കിൽ ക്രോധിക്കുന്നതിൽ അർത്ഥമുണ്ട്. അതല്ലായെങ്കിൽ എന്തതിനാൽ ഫലം? കാരണം ഈ കാണുന്ന രാജ്യവും ദേഹവും ധനവും ധാന്യവും എല്ലാം നശ്വരമാണ്, ഒരിക്കൽ നശിച്ചു പോകും. ഈ ദേഹം പോലും നശിച്ചു പോകും, രാജ്യം നശിച്ചു പോകും, ധനം നശിച്ചു പോകും, ഇതെല്ലാം ഇല്ലാതെയാകും. കാരണം നമുക്ക് ദൃശ്യമായത്, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവവേദ്യമാകുന്നതെല്ലാം ഒരിക്കൽ നശിക്കും. കാരണം എന്താണ്? അതെല്ലാം ഉണ്ടായതാണ്. ഉണ്ടായതെല്ലാം ഒരിക്കൽ ഇല്ലാതെയാകും. ഉണ്ടാവാത്തത് ഒരിക്കലും നശിക്കില്ല. കാരണം അതെന്നും ഇവിടെ ഉള്ളതാണ്. അതെന്താണ്? അത് സാക്ഷാൽ പരമാത്മാവാണ്. അതാണ് നമ്മുടെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന, അതിന് കാരണമായി തീരുന്ന സാക്ഷാൽ ജീവാത്മാവ് എന്ന് പറയുന്നത്, ജീവനെ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവ്. പിന്നെ സുഖം, അതെല്ലാം ഒരു ക്ഷണപ്രഭ പോലെ ചഞ്ചലമാണ്. അത് നിശ്ചലമല്ല, സ്ഥിരമല്ല. സുഖം അത് മാറി മറിഞ്ഞിരിക്കും. ഇതൊക്കെ ചിന്തിക്കുമ്പോഴേക്ക് നമ്മുടെ ആയുസ്സും എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. എപ്രകാരമാണോ ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു ലോഹത്തിൽ ജലബിന്ദുക്കൾ വന്ന് വീഴുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നത്, അതുപോലെയാണ് നമ്മുടെ മർത്യജന്മവും. അത് എന്തു ചെയ്യുന്നു? ക്ഷണഭംഗുരമാണ്, പെട്ടെന്ന് തന്നെ ഇല്ലാതെയായി പോകുന്നതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുപോലെ മറ്റൊരു ഉപമ കൂടി പറയുന്നു. പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള ചെറുപ്രാണികളെ ഇങ്ങനെ നാവ് നീട്ടി പിടിക്കാനായിട്ട് ശ്രമിക്കും. ഈ തവള അറിയുന്നില്ല ഏതാനും നിമിഷങ്ങൾക്കകം താൻ പാമ്പിൻ്റെ ആഹാരമായി മാറും എന്ന്. അതുപോലെയാണ് കാലമാകുന്ന പാമ്പിൻ്റെ വായിലിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ മരണമാകുന്ന പാമ്പിൻ്റെ വായിലിരുന്നു കൊണ്ട് നമ്മൾ ഓരോരുത്തരും സുഖം തേടുകയാണ്. ഏത് നിമിഷവും നമ്മൾ മരണത്തിൻ്റെ വായിലകപ്പെടും. കാലമാകുന്ന പാമ്പ് നമ്മെ വിഴുങ്ങും, അല്ലേ? ചക്ഷുശ്രവണ ഗളസ്തമാം നിർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ, ഇളകുന്ന മനസ്സോടെ എന്താണ്? ഭോഗങ്ങൾ തേടുന്നു, സുഖങ്ങൾ തേടുകയാണ്. പിന്നെ നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്. നമുക്ക് നല്ല പുത്രന്മാരുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്, ഇഷ്ടം പോലെ ധനമുണ്ട്, ഭാര്യയുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട്. ഇതൊക്കെ എല്ലാം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം
അല്പകാലസ്ഥിതമാണ് എന്ന് ലക്ഷ്മണനോട് പറയുന്നു. പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ഒത്തുകൂടിയിരിക്കുന്നത് എപ്രകാരമാണോ വഴിയാത്രക്കാർ പെരുവഴി അമ്പലത്തിൽ ഒത്തുകൂടുന്നത്, സത്രങ്ങളിൽ ഒത്തുകൂടുന്നത്, അവർ പരസ്പരം അറിയുന്നവരൊന്നും ആയിരിക്കണമെന്നില്ല. വിവിധ ദിക്കുകളിൽ നിന്ന് അവിടെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ എത്തിച്ചേർന്നിട്ട് ആ സമയത്ത് അവർ ഒരുമിച്ച് കഴിയുകയും വർത്തമാനം പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്ക് അവർ പല വഴിക്ക് പിരിഞ്ഞിരിക്കും. ഒരുപക്ഷെ ജീവിതത്തിൽ അവർ വീണ്ടും ഒരിക്കലും കണ്ടുമുട്ടിയെന്നും വരില്ല. അതുപോലെയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. അവർ ക്ഷീണിതരായിട്ട് അവിടെ ഒത്തുകൂടിയതിന് ശേഷം എങ്ങനെയാണോ വേർപെട്ടു പോകുന്നത്, അതുപോലെയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. നദിയിലൂടെ ഒഴുകുന്ന വിറക് കഷണങ്ങൾ പല സമയത്തും അത് ഒത്തുകൂടും, പിന്നെയും ഛിന്ന ഭിന്നമായി പോകും. അപ്പോ അതുപോലെ ജീവിതത്തെ രണ്ട് കാര്യങ്ങളുമായിട്ടാണ് ഇവിടെ എഴുത്തച്ഛൻ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഭഗവാന്റെ ഉപദേശമാണത്. പിന്നെ ഐശ്വര്യം അതൊരിക്കലും സ്ഥിരമാവില്ല. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ശ്രീയാണ് അല്ലേ. ഏകദേശം 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുത്തച്ഛൻ എഴുതിയ ആ വരിയാണ് പിന്നീട് നമ്മൾ കുമാരനാശാന്റെ വീണഭൂവില് കാണുന്നുണ്ട്. എന്താണ്? ശ്രീഭൂവിൽ അസ്ഥിര. ഇവിടെ എഴുത്തച്ഛൻ പറഞ്ഞു ലക്ഷ്മിയും അസ്ഥിരയല്ലോ. കുമാരനാശാൻ പറഞ്ഞു ശ്രീഭൂവിൽ അസ്ഥിര. അപ്പോ ഐശ്വര്യം എന്ന് പറയുന്നത് മനുഷ്യന് സ്ഥിരമല്ല. അത് മാത്രമല്ല, നമ്മുടെ യൗവനം അതെന്നും അതുപോലെ നിലനിൽക്കില്ല. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. അത് അധ്രുവമാണ് എന്ന് പറഞ്ഞാൽ അനിത്യമാണ്, എന്നും നിലനിൽക്കുന്നതല്ല. ദാമ്പത്യ സുഖം സ്വപ്ന സമാനമാണെന്ന് പറയുന്നു. അപ്പോ ഈ സംസാരത്തിൽ നമ്മൾ ജീവിക്കുന്നതെല്ലാം ആകെ ഒന്ന് നിരൂപിച്ചാൽ അതെല്ലാം സ്വപ്ന തുല്യമാണ്. പിന്നീട് എപ്രകാരമാണോ പച്ച മൺകുടത്തിലെ വെള്ളം, പച്ച മൺകുടത്തില്, വേവിക്കാത്ത മൺകുടത്തിൽ വെള്ളം വെച്ചാൽ ക്രമേണ ആ മൺകുടം ഇല്ലാതെയാവും. ആമകുംഭാംബു സമാനം ആയുസ് ഉടൻ പോം, അതേതും ധരിക്കുന്നതില്ലാരുമേ, അതാരും ചിന്തിക്കുന്നില്ല. പിന്നെ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കും ഏവനും നിർണയം. പിന്നോ വ്യാഘ്രിയെപ്പോലെ, പെൺകടുവയെപ്പോലെ ജരയും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു. നമ്മുടെ ശരീരത്ത് തന്നെ മരണം ഇങ്ങനെ ഇരിക്കുകയാ, ഏത് നിമിഷം നമ്മളെ വായിലാക്കണമെന്ന് നോക്കിക്കൊണ്ട്. ഈ സമയത്ത് ഓരോരുത്തർ അഹങ്കാരം കൊണ്ട് തുള്ളിച്ചാടുക. ദേഹമാണ് ഞാനെന്ന ചിന്ത കൊണ്ട് പറയാറുണ്ട്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, ഞാൻ ആഢ്യനാണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാം ഇയാളിനെ ഏതെങ്കിലും ഒരു ജന്തു ഭക്ഷിച്ച് കാഷ്ടിച്ചിരിക്കും. ഇനി അല്ലാതെ മരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ദഹിപ്പിക്കും, വെന്തു വെണ്ണീറായി തീരും. അതല്ല ഇനിയും കുഴിച്ചിടുവാണെങ്കിൽ എന്താണ്, മണ്ണിന് കീഴായി കൃമികളായി പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഈ ദേഹം നിമിത്തമുള്ള മഹാമോഹം നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. ഞാൻ ദേഹമാണ് എന്ന ധാരണ, അത് തെറ്റാണ്. ഞാൻ ദേഹമല്ല, ആത്മാവാണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സപ്തധാതുക്കളും പഞ്ചഭൂതങ്ങളും കൊണ്ടാണ്. സപ്തധാതുക്കൾ ഏതൊക്കെയാണ്? ത്വങ് മാംസ രക്ത അസ്ഥി വിൺ മൂത്ര രേതസാം. ത്വക്ക്, മാംസം, രക്തം, അസ്ഥി, വിൺ, മൂത്രം, രേതസ്, ഇങ്ങനെ ഉള്ള സപ്തധാതുക്കളാൽ സമ്മേളനമായ പഞ്ചഭൂതാത്മകമാണ് ഈ ശരീരം. അതുകൊണ്ട് ദേഹാഭിമാനം കൊണ്ടാണ് നിനക്ക് ക്രോധം വന്നത് ലക്ഷ്മണ എന്ന് ഭഗവാൻ പറയുന്നു. നിന്റെ മാനസതാരിൽ നിരൂപിച്ചത് നിനക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്നും പറയുകയാണ്. എപ്പോഴാണോ ഞാൻ ദേഹമാണ് എന്ന ചിന്ത മനുഷ്യർക്കുണ്ടാവുന്നത്,
എന്താ അത്? അവിദ്യ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു മോഹം, ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് നമുക്ക് വിദ്യയില്ലാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ആത്മവിദ്യ. ദേഹമല്ല ഞാൻ, ആത്മാവാണ് എന്ന ചിന്തയുണ്ടാവുമ്പോൾ തീർച്ചയായും നമ്മളുടെ ഉള്ളിലെ മോഹം ഇല്ലാതെയാവും. അപ്പം അങ്ങനെ മോഹത്തെ ഇല്ലാതെയാക്കണമെങ്കിൽ വിദ്യ നേടണം. തെറ്റിദ്ധാരണ ഇല്ലാതെയാവണമെങ്കിൽ അറിവ് നേടണം. ഈ മോഹത്തിൻ്റെ അമ്മ ആരാന്ന് ചോദിച്ചാൽ അത് അവിദ്യയാണ്. അവിദ്യയിൽ നിന്നാണ് മോഹമുണ്ടാകുന്നത്. നമ്മുടെ സംസാരത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് അവിദ്യയാണ്. സംസാര ദുഃഖം, ജീവിത ദുഃഖം, അതിന് കാരണമായി തീർന്നിരിക്കുന്നത് അവിദ്യയാണ്, അജ്ഞാനമാണ്. സംസാരത്തെ നശിപ്പിക്കുന്നതോ വിദ്യയാണ്. സംസാരനാശിനിയായിട്ടുള്ളത് വിദ്യയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ദുഃഖത്തെയൊക്കെ ഇല്ലാതെയാക്കാൻ അറിവ് കൊണ്ട് കഴിയും, ജ്ഞാനം കൊണ്ട് കഴിയും. ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ ജ്ഞാനമെന്നും അതുപോലെ വിദ്യ എന്ന് പറയുന്നത് ആത്മജ്ഞാനമെന്നും ഒരർത്ഥമുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ മോക്ഷാർത്ഥിയാണെങ്കിൽ, നമ്മളൊക്കെ മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തു വേണം? വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും. വിദ്യാഭ്യാസം ഏകാഗ്രമായ മനസ്സോടെ നമ്മൾ ചെയ്യണം. പിന്നെ അങ്ങനെ വിദ്യാഭ്യാസം ചെയ്യാനിരിക്കുമ്പോൾ അതിന് ശത്രുക്കളായിട്ട് വരുന്നത് ആരൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞ, മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞ എന്താണ്? കാമ, ക്രോധ, ലോഭ, മോഹ, മത മാത്സര്യങ്ങളാകുന്ന ഷഡ്വൈരികളാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യാനിരിക്കുമ്പോൾ നമ്മളെ തടസ്സപ്പെടുത്താനായിട്ട് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും കുഴപ്പക്കാരനായ ശത്രു ഈ 6 ക്രോധമാണ്. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്ന് അതിൽ ക്രോധമറികടോ, ദേഷ്യമാണ്. അല്ലേ? ദേഷ്യം കൊണ്ട് നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു. ഇന്ന് ആനുകാലികമായ മാധ്യമങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ ദേഷ്യം കൊണ്ട് അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു എന്ന് വേണ്ട പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മാതാ പിതൃ ഭ്രാതൃ മിത്ര സഖികളെ ക്രോധനിമിത്തം ഹനിക്കുന്നിരുപുമാൻ. മാതാവിനെയും പിതാവിനെയും പുത്രനെയും ഭ്രാതാവിനെയും ഭാര്യയെയും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെയും ഒക്കെ ക്രോധം കൊണ്ട് എന്ത് ചെയ്യുന്നു? കൊന്നുകളയുന്നു. ക്രോധം കൊണ്ട് മനസ്താപമുണ്ടായി വരും. ക്രോധം കൊണ്ട് മനസ്സിന് ദുഃഖമുണ്ടാകും. ക്രോധം കൊണ്ട് സംസാരബന്ധനമുണ്ടായിത്തീരും. ക്രോധം കൊണ്ട് നമ്മുടെ ധർമ്മത്തെ തന്നെ നമ്മൾ നശിപ്പിക്കും. അതുകൊണ്ട് എന്തു വേണം? ബുദ്ധിമാന്മാരായിട്ടുള്ളവര് ക്രോധത്തെ ഉപേക്ഷിക്കണം, ക്രോധം പരിത്യജിക്കണം ബുധജനം. കാരണം ക്രോധം ആരാണ്? ക്രോധമല്ലോ യമനായത് നിർണയം. നമ്മുടെ കാലനാണ് കോപം, കാലനാണ് ക്രോധം, കാലനാണ് കോപം. നമ്മുടെ കോപം കാലനാണ്. വൈതരണ്യാഖിയാകുന്നത് തൃഷ്ണയാണ്, ആഗ്രഹമാണ്, കാമമാണ്. സന്തോഷമാകുന്നത് നന്ദനവനമാണ്. അപ്പോൾ നരകത്തിലെ വൈതരണി എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമാണ്. സന്തോഷമാകുന്നത് നന്ദനവനമാണ് ദേവലോകത്തിലെ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാൽ ഒരു ജാതിയും വരാ. സമാധാനമാണ് നമുക്ക് വേണ്ടത്, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അപ്പം ഇങ്ങനെ വലിയ ഒരു ഉപദേശം ലക്ഷ്മണന് കൊടുക്കുന്നു. ഉപദേശം പിന്നെയും കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? തുടരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാലിക പ്രസക്തി അയോധ്യാകാന്ഡത്തിലുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കേണ്ട, അനുഷ്ഠിക്കേണ്ട, നിത്യവും ഉരുവിടേണ്ട കാര്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. ഇത് അവസാനിക്കുന്നില്ല, ഇത് ഇനിയും തുടരും. നമുക്ക് ഇന്നത്തെ ദിവസത്തെ തൽക്കാലം ഈ വിശകലനം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.